ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നോ? ഈ ഒരു കാര്യം കണ്ടിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതല്ലേ. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് ആസ് പെർ നിങ്ങളുടെ അക്കാഡമിക് കാലണ്ടർ എന്ന് പറയുന്നത് നമ്മളുടെ 8 മുതൽ 18 വരെയാണ്. നിങ്ങൾക്കിത് കാണാം. ഇത് നമ്മൾ തന്നെ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങളുടെ അക്കാഡമിക് കാലണ്ടർ പ്രകാരം ഏകദേശം 8-ാം തീയതി മുതൽ ഡിസംബർ 8-ാം തീയതിയുടെയും 18-ാം തീയതിയുടെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ അർദ്ധവാർഷിക പരീക്ഷ അല്ലെ സെക്കൻഡ് ടേം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം. ഈ ഡേറ്റ്സിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം. പക്ഷേ ഏകദേശം ഈ ഒരു സമയത്തിനിടയിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മളുടെ ഡേറ്റ് എന്താണ്? ഇന്ന് നമ്മളുടെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മിസ് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് സെപ്റ്റംബർ 25 ആണ്. അപ്പം നമ്മളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് ഡിസംബർ 8 ആണ് അല്ലേ. അപ്പോൾ ഡിസംബർ 8 എന്ന് പറയുമ്പോൾ നമുക്ക് 8-ാം തീയതിയുടെ തലേ ദിവസം വരെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. അപ്പം നമ്മളൊരു ഡിസംബർ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നവംബർ കംപ്ലീറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 60 ദിവസത്തിന് മുകളിലുണ്ട്. ഇപ്പോൾ ഇന്ന് 25 സെപ്റ്റംബർ ആണ്. നിങ്ങൾ ഒക്ടോബറും നവംബറും കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 ദിവസത്തിന് മുകളിലുണ്ടെന്ന് കരുതാം. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സും ഉണ്ടാകും, സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സും ഉണ്ടാകും. ആ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 ചാപ്റ്റേഴ്സ് അല്ല, അതിലും കൂടുതലുണ്ടാവും അല്ലേ പല സബ്ജക്ട്സിലും. അപ്പം ഈ ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഏകദേശം +1 നിങ്ങളുടെ സയൻസ് സബ്ജക്ട്സ് മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 45 ചാപ്റ്റേഴ്സ് പ്ലസ് ലാംഗ്വേജിൻ്റെ ചാപ്റ്റേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. +2 നോക്കുകയാണെങ്കിൽ ഏകദേശം 39 ചാപ്റ്റേഴ്സ് പ്ലസ് ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ആൻഡ് അതിൽ തന്നെ നമുക്ക് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ നിങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റില്ല. പ്രോപ്പറായിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു സമയം എന്ന് വിചാരിച്ച് മിസ് ഇത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് സെപ്റ്റംബർ 25 ആണ്. ഞാൻ ഏകദേശം നവംബർ 15 വരെ എടുക്കുകയാണ്. കാരണം അതിനുശേഷം പിന്നെ ഒരു 15 ദിവസവും പിന്നെ നമ്മുടെ ഡിസംബർ ആയി, പിന്നെ ഒരു 5 ദിവസം കൂട്ടിയാൽ തന്നെ, കാരണം ഡിസംബർ 8-ാം തീയതിയാണ് സപ്പോസ് നിങ്ങളുടെ എക്സാം എങ്കിൽ തലേന്ന് ഒരു 3 ദിവസം എന്തായാലും നമുക്കൊരു ഫസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും കൊടുക്കണ്ടേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ആ ഒരു 15 ദിവസമെങ്കിലും നമ്മൾ ഇത്രയും പഠിച്ച ഈ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക് വേണ്ടേ. അപ്പം മിസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ 25 മുതൽ നവംബർ 15 വരെ, അതായത് നമ്മളുടെ എക്സാമിനറിൻ്റെ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ നവംബർ 15 നമ്മുടെ ബാച്ചിലുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദിവസം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആകെ ഇനി എത്ര ദിവസമാണ് ബാക്കിയുള്ളത്? നിങ്ങൾക്ക് ഇനി ആകെയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 50 ഡേയ്സ് ആണ്, 50 ദിവസം. ഓക്കെ, 50 ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഈ 50 ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനുണ്ട്. ഓക്കെ, ഇത് നവംബർ 15 വരെയുള്ള ദിവസം എടുത്തിട്ടാണ് മിസ് പറയുന്നത്. നിങ്ങളുടെ എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 8 മുതൽ 18 വരെയാണ്. അതിൽ വേരിയേഷൻസ് ഉണ്ടാവാം, 2-3 ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരാം. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഇനി ഒത്തിരി ദിവസം ഇല്ല. പക്ഷേ നമ്മുടെ ബാച്ചിലുള്ള മക്കൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മുടെ ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഇത് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 to 18 ആണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എങ്കിൽ നവംബർ 15 തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ബാച്ചിൽ ഇല്ലാത്ത മക്കളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇനി ഉണ്ടാവണം. നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഇത്ര ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം നിങ്ങളിനിപ്പോൾ ഡിസംബർ സ്റ്റാർട്ടിങ് മുതലാണ് റിവിഷൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ തന്നെ 2 മാസമേ ബാക്കിയുള്ളൂ, 60 ഡേയ്സ് ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ക്രിസ്മസ് എക്സാമും ഇപ്പോൾ പല മക്കളുടെയും ഓണം എക്സാം അവർ വിചാരിച്ചതുപോലെ അവർക്ക് എഴുതാൻ പറ്റിയില്ല, ഒത്തിരി വിഷമം ഉണ്ടായി അല്ലേ. പല മക്കളും പറയുന്നുണ്ടായിരുന്നു മിസ് നല്ലോണം പഠിച്ചിട്ട് എഴുതാൻ പറ്റിയില്ല. നല്ലോണം പഠിച്ചിട്ട് എന്ന് പറയുന്നത് ആ പഠിത്തം എക്സാമിൻ്റെ തലേ ദിവസമുള്ള പഠിത്തം മാത്രം ആവരുത്. നമ്മൾ പ്രോപ്പറായിട്ട് അതിന് മുൻപ് പഠിക്കണം, റിവിഷൻ ചെയ്യണം, ചോദ്യങ്ങൾ ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്തെങ്കിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നല്ല രീതിയിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എഴുതാൻ പറ്റുക. കാരണം നിങ്ങളിപ്പോൾ എഴുതിയിട്ടുള്ള ഈ ഓണം എക്സാം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ഓരോരുത്തർക്കും വേറെ വേറെയാണ് ഓരോ സ്കൂളിലും. പക്ഷേ ക്രിസ്മസ് എക്സാം അങ്ങനെയല്ല. കേരളത്തിലുള്ള എല്ലാ മക്കൾക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുക അല്ല. ഇപ്പോൾ +2 മാത്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ മക്കളുടെയും +2 മാത്സിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അത് അത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് പാറ്റേൺ മാറും, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടാൻ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോഴല്ല, ഒത്തിരി മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എക്സാം എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കണം.
ഓക്കെ, ഇതൊക്കെ നമ്മളുടെ എക്സാമിനറുടെ ബാച്ചസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിലുള്ള മക്കൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക മക്കളെ. ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി എത്ര ദിവസമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളൊരു കാര്യവും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് വെച്ചൊരു പ്ലാൻ ഉണ്ടാക്കി പ്രോപ്പറായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് കിട്ടിയല്ലോ, ഇനി ടാർഗറ്റ് കിട്ടിയില്ല, ഡേറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് എൻ്റെ കുട്ടികൾ പറയാതിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക.